നമസ്കാരം. മനുഷ്യരിൽ അപൂർവമായി മാത്രം കാണുന്ന ജപ്പാൻ ജ്വരം കോഴിക്കോട് സ്ഥിരീകരിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ 13 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കാണ് ഈ രോഗം സാധാരണയായി പകരുന്നത്. അപൂർവമായി മാത്രമേ മനുഷ്യരിലേക്ക് പകരാറുള്ളൂ. ക്യൂലെക്സ് ഇനത്തിലെ കൊതുകുകളാണ് രോഗം പരത്തുന്നത്. പനി, തലവേദന എന്നിവയ്ക്കൊപ്പം മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ലക്ഷണങ്ങളായി കാണുന്നു. പ്രദേശത്ത് മറ്റാർക്കും രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടില്ല. എന്നാൽ പനിബാധയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രദേശം സന്ദർശിച്ചു. കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. തലച്ചോറിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന കൊതുക് പരത്തുന്ന മാരകമായ ഒരിനം വൈറസ് രോഗമാണ് ജപ്പാൻ ജ്വരം അഥവാ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇത് ഒരു ജന്തുജന്യ രോഗമാണ്. 1871 ആദ്യമായി ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തതിനാലാണ് ഈ രോഗത്തിന് ഇങ്ങനെ പേര് വന്നത്. തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1956 ഇന്ത്യയിൽ ആദ്യമായി തമിഴ്നാട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സ്വച്ഛ ഭാരത് സർവേ പ്രകാരം ഇന്ത്യയിൽ പരിസര ശുചിത്വത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലകളായ ഉത്തർപ്രദേശിലെ ഗോണ്ട, ബസ്സി എന്നിവ ഗോരഖ്പൂറിന് സമീപത്താണ്. ഈ ജില്ലകളിലാണ് ജപ്പാൻ ജ്വരം ഏറ്റവും അധികം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുതരം വൈറസാണ് രോഗകാരണം. പകരുന്നത് ക്യൂലെക്സ് കൊതുക് വഴി. ഇതേ വിഭാഗത്തിലുള്ള കൊതുകുകളാണ് മന്തുരോഗവും ഉണ്ടാക്കുന്നത്. ഈഡിസ് കൊതുക് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുങ്ങുമ്പോൾ ക്യൂലെക്സ് കൊതുകുകൾ മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലാണ്. പന്നികളിലും ചിലയിനം ദേശാടന പക്ഷികളിലും നിന്നാണ് കൊതുകുകൾക്ക് വൈറസിനെ ലഭിക്കുന്നത്. ഈ കൊതുകുകൾ മനുഷ്യനെ കടിക്കുമ്പോൾ അവർക്ക് രോഗം വരുന്നു. എന്നാൽ മനുഷ്യനിൽ നിന്ന് വേറൊരാൾക്ക് കൊതുകുകളിലൂടെ പോലും രോഗം പകരില്ല. വീട്ടിലെ കന്നുകാലികൾ ഉണ്ടെങ്കിൽ കൂടുതൽ കൊതുക് കടി അവ ഏറ്റുവാങ്ങുന്നതിനാൽ മനുഷ്യർ കുറേയൊക്കെ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ ശക്തമായ പനി, വിറയൽ, ക്ഷീണം, തലവേദന, ഛർദി, ഓർമ്മക്കുറവ്, മാനസിക വിഭ്രാന്തി, ബോധക്ഷയം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഈ രോഗം മൂർച്ഛിച്ചാൽ മരണവും സംഭവിക്കാം. വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനുമിടയിൽ 5 ദിവസം മുതൽ 3 ആഴ്ച വരെ സമയം കടന്നുപോയേക്കാം. കുട്ടികളുടെ ആർജിത പ്രതിരോധശേഷി പൊതുവിൽ കുറവായതിനാൽ അവരെയാണ് പെട്ടെന്ന് രോഗം ബാധിക്കുന്നത്. ഏതൊരു വൈറസ് രോഗത്തെയും പോലെ കടുത്ത പനിയും പേശീവേദനയും തുടക്കത്തിൽ കണ്ടുവരുന്നു. സാധാരണ വൈറസ് രോഗങ്ങളിൽ കാണുന്ന തൊലിപ്പുറമേയുള്ള പാടുകൾ ഈ രോഗത്തിൽ കാണാറില്ല. തുടർന്ന് ശക്തിയായ തലവേദനയും പ്രകാശത്തിലേക്ക് നോക്കുവാൻ ബുദ്ധിമുട്ട്, ഛർദി എന്നീ ലക്ഷണങ്ങൾ കണ്ടേക്കാം. എന്നാൽ തുടർന്ന് മസ്തിഷ്ക സംബന്ധമായ ലക്ഷണങ്ങളോ നാഡീസംബന്ധമായ ലക്ഷണങ്ങളോ, നാക്കിനെ ബാധിക്കുന്ന തളർച്ച, കൈകാലുകളിലെ തളർച്ച, പക്ഷാഘാതം തുടങ്ങിയവ കണ്ടേക്കാം. രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നതായി ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കണം. ഈ അവസ്ഥ തുടർന്നാൽ രോഗിക്ക് മരണം പോലും സംഭവിക്കാവുന്നതാണ്. മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ രോഗികളിൽ 25% പേരും മരണത്തിന് കീഴ്പ്പെടുന്നതായി കണക്കുകൾ കാണിക്കുന്നു. രോഗത്തെ അതിജീവിക്കുന്നവരിൽ പകുതി ആളുകളിലും എന്തെങ്കിലും തരത്തിലുള്ള ശിഷ്ട വൈകല്യങ്ങൾ കണ്ടേക്കാം എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു.